എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഭിചാര പ്രക്രിയയ്ക്ക് കൂട്ടുനിന്നില്ല ഭാര്യയെ ഭർത്താവ് തളച്ച മീൻകറി ഒഴിച്ച് പ്രതികാരം ചെയ്തു. ഇത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഈ സ്വന്തം നാടായ കേരളത്തിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണിത് സംഭവം നടക്കുന്നത്. അവിടെ ഒരു വീട്ടിൽ ഒരു ഭർത്താവ് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഭാര്യയുടെ ശരീരത്ത് സാത്താൻ കൂടിയിട്ടുണ്ട്. ആ സാത്താൻ ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ചില ആഭിചാര പ്രക്രിയ ചെയ്യുകയും ചില ചരടുകളൊക്കെ കഴുത്തിൽ കെട്ടുകയും കയ്യിൽ കെട്ടുകയും വേണമെന്ന് പറഞ്ഞു. അപ്പം അത് ഭാര്യയുടെ തലയിലത്തെ ഷർട്ട് എടുത്തിട്ട് തട്ടം മാറ്റിയിട്ട് മുടി അഴിച്ചിട്ടിട്ട് വേണം ഈ മന്ത്രവാദത്തിന് കൂട്ടു നിൽക്കാൻ. ഇത് ഈ പൂജയിൽ ഏർപ്പെടാനെന്നും പറഞ്ഞ് മോലിയാർ ഭർത്താവിനെ നിർബന്ധിച്ചു. ഭർത്താവ് വിവരം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സാത്താനെ ആരാധിക്കുന്ന പ്രക്രിയയാണ് ഈ മന്ത്രവാദം എന്ന്. അപ്പം ഈ മോലിയാരാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ഈ ഉസ്താദിനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉസ്താദ് ഞാൻ ചോദിക്കട്ടെ, ഈ ആഭിചാര പ്രക്രിയ നടത്തിക്കൊണ്ട് ഈ സാത്താൻ ഇവരുടെ ദേഹത്തു നിന്ന് ഒഴിഞ്ഞു പോയി സാത്താൻ ഈ ഇങ്ങനെ റോട്ടിൽ കൂടി നടന്ന് ഇറങ്ങിപ്പോണെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? അല്ല, ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. നിങ്ങളൊക്കെ ഏത് നാട്ടിലാണ് ഈ ജീവിക്കുന്നത്? ഇങ്ങനത്തെ വലിയ പൊട്ടത്തരം ചെയ്യുന്ന ഈ നാട്ടിൽ പിന്നെ എങ്ങനെ മനുഷ്യന് സമാധാനം ഉണ്ടാകുക? നിങ്ങളൊക്കെ അല്ല, ഈ ഉസ്താദന്മാരായാലും അല്ല ആരായാലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ഈ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾ, നിങ്ങളൊക്കെ ഈ ജാതി പരിപാടികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അവരുടെ പേരെന്താണെന്നുള്ള അവരുടെയും ആ ഭർത്താവിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇന്നലെ ഞാൻ ഓർത്താണ്, പക്ഷേ ഇന്നലെ ഞാൻ ഈ വീഡിയോ കണ്ട് ഇന്നലെ ഈ ന്യൂസ് കണ്ടപ്പോൾ ഇന്നലെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ എനിക്ക് പറ്റിയില്ല. റെജീന എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പേരെന്ന് തോന്നുന്നു. എന്തായാലും ഇയാൾ ചെയ്തത് വളരെ ക്രൂരകൃത്യമാണ്. കാരണം തിളച്ച മീൻകറി എടുത്താണ് മുഖത്തൊക്കെ ഒഴിച്ചത്, പ്രതികാരം ചെയ്തത്. അപ്പം ശരിക്ക് ആ ഭർത്താവിനെ ഇവർ വിലക്കി. കാരണം നിങ്ങൾക്ക് ഇത്ര ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. ആരെങ്കിലും ഇക്കാര്യത്തിൽ മന്ത്രവാദം ചെയ്യുമോ? കാരണം എന്താണ് ഇപ്പം എനിക്കുള്ള പ്രശ്നം? ഇതൊക്കെ ഈ ഉസ്താദുമാരുടെ തലേന്ന് ഉണ്ടാകുന്നതാണ്. ഈ ഉസ്താദുമാരൊക്കെ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളൊക്കെ ഈ ജാതി പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ആളുകളും ഒരു ദിവസം കല്ലെടുത്തെറിയുന്ന കാര്യം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥനാപരമായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് അതിലൊരു മറുകൃതി കണ്ടു കഴിഞ്ഞാൽ അതൊരു കാര്യമാണ്. ഈ ജാതി ഈ 21ാം നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനത്തെ ഈ മന്ത്രവാദവും ആഭിചാര പ്രക്രിയ നടത്തി കഴിഞ്ഞിട്ട് അതുകൊണ്ട് ആൾക്കാർക്ക് രക്ഷപ്പെടുന്നു തോന്നുന്നുണ്ടോ? ഞാൻ ഈ ഉസ്താദിനോട് ചോദിക്കട്ടെ, സാത്താൻ ഇറങ്ങി പോകുന്നുള്ള ഉറപ്പാണോ? ഇനി അവർക്ക് സാത്താൻ സേവ അല്ല, അവർക്ക് സാത്താൻ കൂടിയിട്ടുണ്ടെന്ന് ഉസ്താദിന് എന്താ ഉറപ്പുണ്ടോ? അതിന് പറ്റുന്നൊരു പൊട്ടൻ ഭർത്താവ്. കാരണം അയാൾക്ക് ഇത്ര വിവരമില്ല, നിങ്ങൾക്ക് ഇത്ര വിവരമില്ല മനുഷ്യ. ഈ കാലത്ത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഭാര്യ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ എന്താണെന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും ഭാര്യ. അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയുണ്ട്. കാരണം ഇങ്ങനത്തെ പല തട്ടിപ്പുകളായിട്ട് ഇന്ന് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ആഭിചാര പ്രക്രിയ, മന്ത്രവാദം, അല്ലെങ്കിൽ അസുഖം മാറ്റുന്ന പ്രക്രിയ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും, രോഗം മാറുന്ന ആളുകളുണ്ട്. ചികിത്സകന്മാരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ മരുന്നും ഒന്നും വേണ്ട, ഗുളികയും വേണ്ട, മരുന്നും വേണ്ട, ഇഞ്ചക്ഷനൊന്നും വേണ്ട, കടത്തി പ്രാർത്ഥന, ഇരുത്തി പ്രാർത്ഥന. അതുപോലെ തന്നെ ഇങ്ങനെ പ്രേതത്തെ ഒഴിപ്പിക്കുക. ഇതൊക്കെ എന്ത് നാടാണത്? കേരളത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ കണ്ടോ നിങ്ങൾ? ആ ഉസ്താദിന് അയാളെ വേണം ആദ്യം പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ. കാരണം ഇങ്ങനെയുള്ള ഈ പൊട്ട തരങ്ങളൊക്കെ ആയിട്ട് ജനങ്ങളെ ായിട്ട് നടക്കുന്ന ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ? ഈയോടോ ഈ നൂറ്റാണ്ടിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. താനൊക്കെ എന്തൊരു തന്നെ ഒന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വളരെ ക്രൂരമായി പോയി. അവരുടെ മുഖത്താകെ ഈ മീൻകറി ഒഴിച്ചിട്ട് മുഖമൊക്കെ ആകെ വികൃതമായിട്ടുണ്ട്, പൊള്ളിയിട്ട് കണ്ടാൽ പാവം തോന്നും. റെജീന എന്ന് തോന്നുന്ന സ്ത്രീയുടെ പേര്, അങ്ങനെ എന്തോ ആണ് ഇന്നലെ പറഞ്ഞത്. ഇയാൾ എന്നിട്ട് ഇപ്പോൾ ഒളിവിലാണ്. ഇവനെ പോലീസ് എപ്പോഴാണ് പൊക്കുക എന്നുള്ളത് അറിയത്തില്ല. പൊക്കണം ഇവനൊക്കെ. പൊക്കിയിട്ട് ഇവനൊക്കെ 4 ഇടി ഇവനെ കൂമ്പിനിടിച്ച് കഴിയുമ്പോൾ ഇവനൊക്കെ ശരിയാവുള്ളൂ. കാരണം ഈ ജാതി പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനൊന്നും തല്ലിക്കൊല്ലാൻ ആളില്ലാന്ന് തോന്നുന്നു. പോലീസിനെ കയ്യിലേൽപ്പിച്ച് കഴിഞ്ഞാൽ പോലീസ് ചിലപ്പോൾ ഒരു 10 ദിവസം ഒരാഴ്ച കഴിഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നും ഒക്കെ ആയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഇത് എങ്ങനെയായാലും പിന്നെയും പുറത്ത് വരും. പിന്നെ ഇവനിതല്ല ചെയ്യുന്നത്.
എന്തൊരു മനുഷ്യനൊക്കെ ഈ നാടിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ അത്? ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ? സാത്താൻ ഇറങ്ങിപ്പോകുന്നു. സാത്താൻ അങ്ങനെയാണ് ഇറങ്ങിപ്പോണത്. ഇങ്ങനെയാണ് സാത്താൻ ഇറങ്ങിപ്പോണത്. അവർക്ക് യാതൊരു കുഴപ്പമില്ല. അവരെ വെറുതെ ഇയാൾ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ആഭിചാര പ്രക്രിയ ചെയ്യാനായിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ പേര് പല സ്ഥലത്ത് കൊലപാതകങ്ങളും നടത്തുന്നുണ്ട്. ഇത് സമ്മതിക്കാഞ്ഞിട്ട്. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത് ഇന്നും വരെ തുടങ്ങിയൊന്നുമില്ല. വെറുതെ ഈ നാട്ടിലൊന്നും കൊറോണ വന്നിട്ട് കുറേ 2-3 കൊല്ലം പിടിച്ച് നിന്ന് പോയത്. ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്ഥിതിയും സ്വഭാവമാണ്. എങ്ങനെ ഇത് പറയാതിരിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സ്ത്രീയുടെ ജീവന അവർ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചൂടുള്ള ഈ മീൻ കറിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ചൂടുള്ള മീൻ കറി ആയാലും വെള്ളമായാലും ഇനിയിപ്പോൾ നമ്മൾ ഒരു ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാലൊക്കെ ക്രൂരത തന്നെയാണ്. ഇതൊന്നും ചെയ്യാൻ പോടണ്ടോ? അങ്ങനെയുള്ള ഉസ്താദുകളൊക്കെ വീട്ടിൽ കയറ്റാതിരിക്കുക. ഞങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചോളാം, ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം, ഞങ്ങൾക്കിപ്പോൾ ഒരു സാത്താൻ്റെ ഉപദ്രവമില്ല. ഇനി അങ്ങനെ സാത്താൻ്റെ ഉപദ്രവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിന് പറ്റുന്ന ആളുകളെ കണ്ടിട്ട് മൂല്യന്മാരെ ഉസ്താദന്മാരെ കാണണം. ഇങ്ങനത്തെ അന്ധവിശ്വാസമായിട്ടും ഇത് നടക്കുന്ന മൂല്യന്മാരെ കാണരുത്. മുടി അഴിച്ചിടുക, എന്നിട്ട് വേണം ആഭിചാര പ്രക്രിയ ചെയ്യാൻ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ തലേന്ന് തട്ട് ഓരത്തില്ല, ഞാൻ മുടി അഴിക്കത്തുമില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല, ഞാനത് ചെയ്യത്തുമില്ല. നിങ്ങൾ പോകാൻ പറഞ്ഞ് ഭർത്താവിനെ വിലക്കുവാണ് ഇവർ ചെയ്തത്. അത് അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാണ് അപ്പോൾ അയാളെ അത് പ്രകോപിപ്പിച്ചു. ക്ഷുഭിതനായിട്ട് അയാൾ അപ്പോൾ ചെയ്ത പണിയാണത്. അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻ കറിയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഓരോ ലോകം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, എന്നാൽ നിർത്തുന്നു. ബൈ.